എന്നിട്ട് ചെങ്കുകളുടെ അറിയോ സ്ഥലം അറിയോ? ഇവിടെ ഫോണും ഇല്ല, ഇന്റർനെറ്റിൽ ഒന്നുമില്ല. അതിന്റെ ഉള്ളിൽ നിധി ഉണ്ടാവുന്നല്ലേ. കൂടോത്രത്തിനൊരു കുറവില്ല കേട്ടാ. ഓരോ വിശ്വാസങ്ങളല്ലേ. ഇന്നോസെന്റോ അടുത്തേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ അത് അറ്റാക്ക് ചെയ്യുന്ന എക്സസുകളൊക്കെ ജീവൻ വേറെ രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. ഇവിടെ ആടുകളൊക്കെ ഒന്ന് ഇവിടെ ബലി അർപ്പിക്കുന്ന പരിപാടികളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അത് നോക്കട്ടെ കയറുമ്പോ ഇവിടുന്ന് സാധനങ്ങളുമായിട്ട് പോകുമ്പോൾ കള്ളന്മാർ കയറി പിടിക്കുമ്പോൾ ഇവരുടെ സാധനങ്ങളെല്ലാം കൂടി ഇവരൊരു ഇതിനകത്ത് വെച്ച് ഒരു പാമ്പിനെ കൂടി വെച്ചിട്ട് കുഴിച്ചിടുന്നതാണ്. ആളുകൾ ചോദിക്കും ഇവിടെ കയറാൻ പറ്റും, അവർ പറയും ഇവിടെ പാമ്പുണ്ട് കൊണ്ട് കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. നോക്കിയേ, അയ്യോ ഇത് ഫുള്ളൊരു സാമ്രാജ്യം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു തുടക്കം. അപ്പം ഇന്നലെ നമ്മൾ പെരുന്നാളൊക്കെ ആഘോഷിച്ചിട്ടുണ്ടല്ലോ. തക്കിട്ട് പൊടിയെ ഞങ്ങളിവിടെ അങ്ങ് അമ്മരുത്ത് ആഘോഷമായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡ് കണ്ട ആൾക്കാർക്ക് അറിയാം. ഇവിടുത്തെ മാതാവിൻ്റെ വലിയൊരു പ്രത്യക്ഷമുള്ള പള്ളിയും പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ആൾക്കാരും ഭയങ്കരമായിട്ടൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. ആസ് ഒരു ക്രിയേറ്റർ എന്ന നിലയ്ക്ക് കുറേ കണ്ടന്റ് ഇന്നലെ കിട്ടിയാലൊക്കെ ഭയങ്കര സന്തോഷം. പിന്നെ ഇന്നലെ നമുക്ക് വണ്ടി ഓടിച്ച് തക്കിട്ട് പൊടി നമ്മൾ ബൈക്ക് ഓടിച്ചിട്ട് നമ്മൾ ഈ ടെറൈനിലേക്ക് വന്നത്. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ എന്തായാലും കാണണം. ഇവിടേക്ക് എത്തിപ്പെട്ട ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. എന്തുവാ നമസ്കാരം സാറിന്റെ, ഇന്നലെ നമ്മള് എന്തോ ഒരു ഫൈൻ കണ്ടായി കറക്റ്റ് ദിവസത്തിൽ നമ്മളിവിടെ എത്തി. പെരുന്നാള് കഴിഞ്ഞപ്പോ പൂരപ്പറമ്പ് പറമ്പ് പോലെ കഴിഞ്ഞപ്പോ നമ്മള് മാത്രമേ ഞങ്ങൾ ഇന്നലെ ഇവിടെ നിന്ന് ഇറങ്ങി. ഇന്നിപ്പോൾ ഇന്നലെ നമ്മൾ വന്നപ്പോൾ കണ്ട ജോയച്ചൻ നമുക്ക് ഉള്ള ഡ്രസ്സും സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളിവിടെ നിന്ന് ഫുൾ സെറ്റായി നമ്മളിന്ന് തിരിച്ച് വേറെ റൂട്ടിലേക്ക് പോകും. അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോണത് ഇങ്ക സംസ്കാരത്തിനെ പറ്റി നമ്മൾ ഒരുപാട് മുമ്പ് എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്. പണ്ട് 100-600 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്കകൾ താമസിച്ച ടെറൈനും കൂടിയാണ് ഈ ഒരു ഏരിയ. അപ്പോൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ചരിത്രത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് മാതാവും പരിപാടികളൊക്കെ ഇവിടെ വന്നിട്ടുള്ളതെന്നാണ് പറയണത്. റിലീജിയന് പുറമെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടല്ലേ. എന്തൊക്കെയോ ഒരു സീക്രട്ട് ഒക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ പയ്യെ പഠിച്ച് ഈ മലയിൽ കറന്ന് അതിന്റെ ബാക്കിൽ ഇങ്കയുടെ കുറച്ച് സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഈ ഒരു ഏരിയയില് ഗോൾഡ്, ഈ മലകളുടെ മേലൊക്കെ ഇങ്കകൾ താമസിച്ചിരുന്നുള്ള തെളിവൊക്കെ ഉണ്ടെന്നാണ് അച്ഛൻ പറയണം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഹൈക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ ഉണ്ടല്ലോ ഈ ഒരു ഏരിയയിലാണ് ഗോൾഡ് ഉണ്ട്. ഈ ഒരു മാതാവിനെ ഇവിടെ പ്രതീക്ഷിച്ചതിൽ വേറൊരു സംഭവം എന്ന് വെച്ചാൽ പണ്ട് ഇങ്കകൾ ഇവിടെ ട്രേഡിങ്ങിൻ്റെ നമ്മൾ സിൽക്ക് റൂട്ടിലൊക്കെ പോണ പോലെ ഇതൊരു ട്രേഡിങ് റൂട്ടായിരുന്നു ഇങ്കകളുടെ. അപ്പോൾ അന്ന് ഓരോ സ്ഥലങ്ങളിലും ഇങ്കകൾ ഓരോന്ന് കുഴിച്ചിടലും പരിപാടികളൊക്കെ ആയിട്ട് കുറെ ഇവരെ പ്രൊട്ടക്ട് ചെയ്തിരുന്നത്. അവർ നടക്കുന്ന വഴിയിൽ കുഴിയെടുത്ത് ഓരോ സ്ഥലങ്ങൾ അവിടെ കീപ്പ് ചെയ്ത് വെച്ചിരിക്കും. അവർക്ക് അറിയാവുള്ളത് അവിടെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ ഉള്ളവര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരക്കി. ഈ പള്ളി ഉണ്ടല്ലോ, ഈ പള്ളി നിൽക്കണത് അതിന്റെ ഒരു ഭാഗമായിട്ട് വന്ന ഒരു സ്ഥലമാണ്. അല്ലെങ്കിൽ ഇങ്കകള് സ്ഥാപിച്ച എന്താ പറയുക നിധിക്ക് മേലെ പണിതാണ് ഈ പള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് 2 വർഷം മുമ്പ് ഈ പള്ളി മേലെന്ന് തുറന്ന് കള്ളന്മാർ വന്നിട്ട് പള്ളിയിൽ അകം കുഴിക്കണ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മിസ്റ്ററി നിറഞ്ഞ കോവിഡിന്റെ സമയത്ത് ആരും ഇറങ്ങാതിരിക്കുന്ന സമയത്ത് ഇതിന്റെ സീക്രട്ട് അറിയാന്നുള്ള ആളുകൾ വന്ന് പള്ളിയുടെ പുര പൊളിച്ച് അകത്ത് കയറി അതിന്റെ അകത്തൊരു കുഴിയെടുത്തു. അപ്പം അതിനകത്ത് എന്തോ ഉണ്ടെന്ന് ഈ കയറിയവർക്ക് അറിയാം. ഇവിടെ അവര് ഈ ഗോൾഡ് ഒരു മെഷീൻ ഉണ്ടല്ലോ, ആ മെഷീൻ വെച്ച് നോക്കിയപ്പോൾ ഇവിടെ ഭയങ്കര സൗണ്ട് കേൾക്കണം ആ മെഷീനിൽ നിന്ന്. അപ്പോൾ ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഉൾപ്പെടുന്നത്. നമ്മൾ ഇൻട്രോത്തിൽ വലിച്ചു നീട്ടാൻ നമുക്ക് ആ സ്റ്റോറി നിങ്ങളോട് പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ഒപ്പം തന്നെ നമ്മൾ ജോയച്ചൻ്റെ ഒക്കെ എക്സ്പീരിയൻസ്, ഇവിടെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് നമ്മളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഇന്നത്തെ ഒരു ജിയോഗ്രഫിക്കൽ അല്ലെങ്കിൽ ഒരു ഇങ്ക എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പള്ളിയുടെ മുമ്പിലാണ് നമ്മൾ ഇതൊക്കെ പറയണമെങ്കിലും അത് പറയാതിരിക്കാൻ വയ്യ. ഒരു ഹിസ്റ്റോറിക്കൽ എപ്പിസോഡാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അല്ലേ. നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം, കാണിക്കാം. അപ്പം ഇന്ന് രാവിലെ എനിക്ക് കുർബാന ഉണ്ട്. അപ്പോൾ കുർബാനയ്ക്ക് വേണ്ടി ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ പള്ളിയുടെ മുമ്പിലൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന പോലെ ഫുൾ പവറിലുള്ള സാധനങ്ങളൊക്കെ കൊന്തിയും പരിപാടികളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കുർബാനയ്ക്ക് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ വായിട്ട് അളിക്കുന്നത് എന്ത് സംഭവം എന്ന് നോക്കിക്കുന്ന അപ്പാപ്പന്മാരുണ്ട്. നമ്മൾ വെടിപ്പൊരു അപ്പാപ്പൻ ഇന്നലത്തേട്ടാ അമ്മിട്ട് പൊട്ടിക്കണ അപ്പാപ്പൻ. അപ്പോൾ സിജോച്ചാ കുഴിച്ചതില്ലേ? ആ 2 കൊല്ലം മുമ്പ് മറ്റേ കോവിഡിന്റെ സമയത്ത് കുഴിച്ചത്.
എന്തായാലും ഗുഡ് മോർണിംഗ് പറഞ്ഞു ഇൻട്രോ പിടിക്കും പവറല്ലേ ഇന്നലത്തെ ക്ഷീണമൊക്കെ മാറിയാ പെരുന്നാൾ മൂപ്പന്റെ ക്ഷീണമൊക്കെ കണ്ടില്ല മോഹം കണ്ടില്ലേ മൂപ്പർ ഇന്നലെ ആൾക്കാരെ കുറെ പേരെ ഡീൽ ചെയ്യണ്ടായിരുന്നേ ഒരു സന്തോഷം ഉണ്ടെന്ന് തോന്നില്ല അങ്ങനെ ഇവിടെ ആൾക്കാര് അല്ലേ അതെ 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 പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോഴേ നമ്മൾ ഇങ്കകളിലെ ഞാൻ പറയാം ഇങ്കകളിലെ സ്റ്റോറി നമ്മൾ പിടിക്കാൻ പോകണം മല കയറാൻ പോകണം ഇങ്കകളെ തേടി പിടിക്കാൻ പോകണം പിടിക്കില്ല അപ്പൊ ജോയിച്ചൻ്റെ അടുത്ത് പറയാം ജോയിച്ചൻ നമുക്ക് ഇന്ന് ഫുൾ ഐറ്റംസ് വേണം ജോയിച്ചൻ ബോണസ് ദിയാസ് ഓക്കെ അല്ലേ ഞങ്ങൾ ഇന്നലെ അവിടെ നിന്ന് വിട്ടപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടാ ആ ഒരു നേരിട്ട വഴി കൂടെ പൊക്കോന്ന് പറഞ്ഞപ്പോഴേ നേരായ വഴിയാന്ന് അറിയണ്ടായിരുന്നില്ല അടിപൊളി അപ്പൊ എന്തായാലും കുർബാന അർപ്പിക്കും ഞങ്ങളിപ്പോ അതൊക്കെ ഇങ്കകളെ തേടി പോയിട്ട് വരാം ഫുൾ പവർ ഇങ്കകളെ തപ്പി മലകൾ കയറി ഇറങ്ങാട്ടാ ബോണസ് ദിയാസ് സ്പാനിഷ് പറയുമ്പോൾ അവള് ബ്രസീലിൽ പറയും അവൾ പോർച്ചുഗീസ് ആണോ പോർച്ചുഗീസ് ഇന്ത്യ 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 ബിഗ് മാൻ ഇന്ത്യ ബിഗ് മാൻ അവര് അച്ഛനെ കണ്ടപ്പോഴേ ഇന്ത്യക്കാര് വണ്ണം കുറവുള്ള ആൾക്കാരാന്നാണ് അവര് വിചാരിച്ചത് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇന്ത്യക്കാര് ഭയങ്കര ഞുള്ളികളാണെന്ന് വിചാരിച്ചു പക്ഷെ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും വന്നപ്പോഴല്ലേ ആ ചരിത്രം അങ്ങനെ മാറ്റിയില്ല അച്ഛാ ഇന്ത്യ ഭക്ഷണമൊന്നുമില്ല കിടക്കുന്നുണ്ട് ഇന്ത്യ ദാരിദ്ര്യ രാജ്യമാണ് ഇവിടെ ഭക്ഷണം അപ്പൊ ജോയജി നിങ്ങളൊക്കെ ഒരേ നോർമൽ റേഞ്ചിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും വന്നപ്പോ ആ ഒരു സംശയം വരെ മാറി കിട്ടിയിട്ടാ പിടിക്കാം നമുക്ക് മല കയറല്ലേ യാ ടെക്നിക്കോ വെടിപ്പുര ചേട്ടൻ ഇങ്ങനെ ഫുൾ പവറാണ് ഫുൾ ടൈം വാണമിടുള്ള പണിയുടെ ആൾക്ക് അല്ലേ വാണമിടും അപ്പൊ നമ്മളിത് ഇന്നലെ ഭക്ഷണം വെച്ച ടീമിനെ കാണാൻ വേണ്ടി വന്നിരിക്കും കലിയന്ത് പോർക്കിന്റെ തലേട്ടാ നോക്കിയാ പോർക്കല്ലോ മാനോ അച്ഛത് പോർക്ക വേറെ എന്തിട്ടാ പോർക്കാണോ ഇത്രയ്ക്ക് വലിയ പോർക്കുണ്ട് ഹെഡ് അല്ലേ ഇവരെന്നിട്ട് ചെയ്യണത് ആ പോർക്കിന്റെ കാല് ഇവരെന്നിട്ട് ഓരോന്ന് പാർസൽ ചെയ്യണോ ഇന്നത്തേക്കുള്ള പരിപാടിയാ ഇന്നത്തേക്കല്ലേ അതായത് പന്നിയുടെ തല കൊണ്ടിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അപ്പൊ നമുക്കപ്പോ ഉച്ചയ്ക്ക് അത് കിട്ടും സേവിച്ച ടൈപ്പിൽ ഇവര് നാരങ്ങ ഒഴിച്ച് ഉള്ളിയൊക്കെ വെച്ചിട്ട് അതിൽ പന്നിയുടെ സേവിച്ചുണ്ടാക്കിയത് കുക്കിനെ അടുക്കള കയറ്റിയപ്പോ കളി മാറ്റി അല്ല നമുക്ക് ഒരു കാപ്പി കിട്ടാൻ പറ്റിയ രസമായി എന്തായാലും പോറട്ടാ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് നല്ല പോർക്കിന്റെ തല പിസ്കോ ഇല്ലാത്ത പെറുവില്ലാട്ടോ നോക്കിയാ പിസ്കോ ഒക്കെ നിന്ന് രാവിലെ തന്നെ പതുക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് പിള്ളേര് മുട്ട് പൊട്ടി അപ്പച്ചൻ അവിടെ മുട്ട് പൊട്ടി പൊട്ടിച്ചു തുടങ്ങി നമ്മുടെ അപ്പച്ചൻ നമ്മുടെ അപ്പച്ചൻ ആ മുട്ട് പൊട്ടിച്ചു തുടങ്ങി അച്ഛന്റെ സാമ്രാജ്യട്ടാ അച്ഛല്ലാരെ നമുക്ക് ഏത് വീട്ടിലേക്ക് കയറിച്ചില്ലാട്ടാ 65 വർഷമായിട്ട് കല്യാണം കഴിച്ചാലോ 65 വർഷമായിട്ടാ കല്യാണം കഴിച്ചിട്ട് 65 വർഷമായി ഓ ഇവർ രണ്ടുപേരും 85 വയസ്സ് വെച്ചിട്ടുണ്ട് രണ്ടുപേർക്ക് 85 വയസ്സ് എന്നിട്ട് ചെങ്കുകളിലെ അറിയോ സ്ഥലം അറിയോ അതെ അപ്പൊ മാച്ചുപിച്ചിലേക്ക് പോകണ്ട നമുക്ക് എന്നിട്ടാണ് ഇങ്കക്കാര് മുമ്പ് ജീവിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ടൗൺഷിപ്പ് കാണാൻ പറ്റും അപ്പൊ മാച്ചുപിച്ചിലേക്ക് പോകണ്ട നമുക്ക് ഇങ്ങോട്ട് വന്നാൽ മതി കാണാനൊക്കെ നന്നായിട്ട് ഹൈക്കിംഗ് ഉണ്ടോ വഴി അത്ര നല്ലതല്ലെന്നാ പറയുന്നത് ഡേഞ്ചർ ആണല്ലേ എന്നിട്ട് വേണം അറിയാന്നുള്ള ആരെയും കൊണ്ടുപോകണം ആരെങ്കിലും കൊണ്ട് നമുക്ക് കൊണ്ടുപോയാലോ ആരെങ്കിലും പിടിക്കാണ്ട് അങ്ങോട്ട് പോകണ്ടെന്ന് നമ്മള് 3 പേര് ഒരുമിച്ച് അങ്ങോട്ട് പോകണ്ടെന്ന് പറയണേ അപ്പൊ ആരെങ്കിലും അതെ ആ സ്ഥലങ്ങള് ഇവർക്കാർക്കും കയറാൻ ആക്സസ് ഇല്ലെന്ന് പറയുന്നത് അപ്പൊ നമ്മളിവിടെ ഉള്ള ഇവിടെ തന്നെ ജീവിക്കുന്ന ആരെങ്കിലും കൊണ്ടുപോകണം വഴി തെളിച്ച് കൊണ്ടുപോകണം ആ മലയുടെ മേലേക്ക് കയറിയിട്ടാണ് ആ ഒരു പുറകിലെന്ന് പറഞ്ഞ പുറകില് അതെ അല്ലേ ഇതെന്തോ ഇവിടെ പാമ്പുണ്ടെന്ന് പറയുന്നു സൂക്ഷിക്കണം എന്ന് പറയുന്നു ചിലപ്പോ ഈ മലയിൽ ജീവിക്കുന്ന പാമ്പുകളായിരിക്കും കല്ലിന്റെ കല്ലിനടല്ലേ ഓ ഓക്കെ വണ്ടിക്ക് ഒരു സ്ഥലം വരെ ചെല്ലാം അവിടുന്ന് കയറാൻ എളുപ്പമുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ വണ്ടി കയറി അവിടെ എത്താം നമുക്ക് ഇനി പാമ്പ് അടിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ കാണാണ്ട് ഇവിടുന്ന് പോകാൻ പറ്റും എന്തുവാ അല്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 600 വർഷങ്ങൾക്ക് മുമ്പ് 1400-ലാണ് ഇങ്ക വാരിയേഴ്സിന്റെ ഒരു സമയം ആ സമയത്ത് ഈ ഒരു ഡെസേർട്ടിലെ ആൾക്കാർ ജീവിച്ചിരുന്നു നിങ്ങളൊന്ന് ആലോചിക്കുക ആക്സസ് ഇവിടുത്തെ ആളുകൾക്ക് ആക്സസ് കൊടുക്കാതെ ഒരു വഴി ബ്ലോക്ക് ഒക്കെ വെച്ചിരിക്കുക അപ്പൊ നമ്മൾ ഇവിടുത്തെ മൂപ്പനം പിടിച്ച് കയറാനുള്ള വഴി നോക്കാം എന്ത് കിടക്കുന്നു നമ്മളെപ്പോഴും നില കണ്ട പോലെ മാതാവിന്റെ ഒരു പ്രത്യേക ഒരു മാതാവാണ് ഇവിടുത്തെ കണ്ട സ്വർഗാരോഹണ മാതാവാണ് കണ്ട മുകളിലേക്ക് ഇന്നലത്തെ എപ്പിസോഡ് എന്തായാലും കണ്ടോളൂ ഒരു വെറൈറ്റി എപ്പിസോഡായിരുന്നു ഒരു റിലീജിയൻ എപ്പിസോഡിന് പുറമെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ കാഴ്ചയായിരുന്നു ഇന്നലെ നമ്മൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ച് എന്തായാലും എല്ലാവരും കണ്ടോളോ എന്തായാലും ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ വിൽക്കാൻ വെച്ച പോലെ ഓരോന്നൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടോ ഈ സ്ഥലത്തുനിന്ന് വിട്ടുപോകാൻ ഒരു തോന്നുന്നില്ല അല്ലേ നല്ലൊരു ശാന്തമായ ഒരു ബുദ്ധിമുട്ട് പിന്നെ വേറൊരു കാര്യത്തിലാണല്ലോ ഇവിടെ ഫോണും ഇല്ല ഇന്റർനെറ്റിലും ഒന്നുമില്ല ഇവിടെ ഞങ്ങൾ ഇന്നലെ മുതല് അപ്പനമ്മയും വിളിച്ചോ പെണ്ണ് വിളിച്ചോ ഒരു എമർജൻസിക്ക് പോലും നമുക്ക് അറിയില്ല പിന്നെ നമുക്ക് വീട്ടുകാരുടെ അടുത്ത് നമ്മൾ ചോദിച്ചിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുഴപ്പമൊന്നും
ഉണ്ടായിരുന്നില്ല, എല്ലാം സേഫ് ആയിരുന്നു. ഇവിടെ ഒരു 10-24 അല്ലെങ്കിൽ 30 മണിക്കൂറായിട്ട് നമ്മൾ ഇന്റർനെറ്റും ഫോണും ഇല്ലാത്ത സമയത്താണ്. കോൺടാക്ട് ആണ്, നമ്മളൊരു കോൺടാക്ട് ഇല്ലാതെയാണ് ഇവിടെ നിൽക്കുന്നത്. അതിന്റെ ഒരു റിലാക്സ് ഉണ്ട് ഇവിടെ. അതെ സമാധാനം നമ്മുടെ കൂടെ. അച്ഛാ പോ നമുക്ക്. അപ്പോൾ ഇവിടെ അച്ഛന്മാർ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹൈലക്സ് ആണ്. ഹൈലക്സ് എടുത്ത് എത്ര നാളായി ചോദിച്ചാ? 15 ദിവസമായില്ല. പക്ഷെ ഇതിന് മുമ്പുണ്ടല്ലോ അച്ഛന്മാരെല്ലാ ആഴ്ചകളിലും എല്ലാ സമയങ്ങളിലും ഇവിടെ ബൈക്കിൽ സഞ്ചരിച്ച് നമ്മൾ ഇന്നലെ വന്നില്ലേ, അതേപോലെ ഇവിടെ സഞ്ചരിച്ചത് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എങ്ങനെ നിങ്ങൾ ബൈക്കിൽ ഇങ്ങനെ എത്രയും നാള് ഇവിടെ ശുശ്രൂഷ ചെയ്തതിന് അത്ഭുതം തന്നെയാണ് അച്ഛാ. വേറെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അതെ അതെ അതെ. എത്ര വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ഇവിടെ വണ്ടിയല്ല എവിടെ ഇത് കിട്ടിയെന്നറിയും. ഫോട്ടോ വേണമെന്ന്. ആ ഫോട്ടോ എടുക്കാം. ആരും വരുന്നില്ല അല്ലേ? ഇല്ല, അവരെ എല്ലാരും തിരക്കായതുകൊണ്ട് ഇന്ന് തിരിച്ചു പോകണ്ട. എല്ലാവർക്കും ഒരു പേടിയുണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ട് പോകാനായിട്ട്. രാത്രി ഉറങ്ങാൻ സമ്മതിക്കുന്നത് പേടിയുണ്ടോ? അവരെ സംബന്ധിച്ച് ഈ കൂടോത്രം പരിപാടിക്കൊക്കെ ഇതുള്ളതുകൊണ്ട് അവിടെ ചെന്നിട്ട് ഇതെല്ലാം പറ്റിയാലോ എന്നൊക്കെ പേടിയൊക്കെ ഉണ്ടാവും. അതെ അതെ. ഇവിടെ കൂടോത്രത്തിന് എന്തൊക്കെ വിശ്വാസം ഉണ്ടെങ്കിലോ ഇവിടുത്തെ ആൾക്കാർ കൂടോത്രത്തിന് ഒരു കുറവില്ല കേട്ടാ. ഈ കൂടോത്രത്തിലൊക്കെ ശരിക്കും നമ്മള് നിങ്ങളുടെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എങ്ങനെയാ അത് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ സർവൈവ് ചെയ്യുക? നമ്മുടെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മള് പ്രാർത്ഥന ചൊല്ലി ഹോളി വാട്ടർ ഒക്കെ തെളിച്ച് നമ്മള് പ്രാർത്ഥിച്ചു കഴിയുമ്പോ അതിജീവിക്കാം. നമ്മൾ ഇന്നലെ വന്ന് ബൈക്ക് ഓടിച്ച് വന്ന വഴിയാണ് കേട്ടോ. നിങ്ങൾ കണ്ടവരതും ചിന്തിക്കാൻ പറ്റുമോ? അച്ഛൻ ഇവിടെ പെറുവിൽ വന്നിട്ട് എന്താ പറയാ, നാട്ടിലത്തെ ആ ഒരു കൾച്ചറിൽ നിന്ന് പെട്ടെന്ന് പെറുവൻ കൾച്ചറിലേക്ക് മാറിയപ്പോ എന്തായിരുന്നു ആദ്യത്തെ ഒരു അവസ്ഥ? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒന്നാമത് കാര്യം ലാംഗ്വേജ്, പിന്നെ ഭക്ഷണം എല്ലാം വ്യത്യാസമാണല്ലോ. പിന്നെ ഈ കെടുപ്പും കൂടി ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ ഇന്നലെ കിടന്ന് നമ്മളെ പള്ളി എന്താ പറയാ പള്ളി മേടയിലെ കിടന്ന് ഉറങ്ങിയ അതും കൂടി ഉണ്ടല്ലോ അല്ലേ? എല്ലാം കൂടി വരുമ്പോ നമുക്ക് നമ്മള് നാട്ടിലെ ഒരു സിസ്റ്റം ഒന്നും അല്ലല്ലോ. ബാത്റൂം ഇല്ല, നമ്മള് കാറ്റ് കൊണ്ടിരിക്കണം എന്നൊക്കെ വരുമ്പോ ബുദ്ധിമുട്ടൊക്കെ. അതെ അതെ. അല്ല അതിന് റിയൽ അപ്രീഷിയേറ്റ് എല്ലാവരും ഇങ്ങനെ ചെയ്യണ്ടല്ലോ. നമ്മളിതിന്റെ ഇന്നലെ നമ്മള് അതിന്റെ ഒരു ഭാഗമായിട്ടാ. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ഇങ്കളെ തേടിയിട്ട് പോയിക്കൊണ്ടിരിക്കണേ. എവിടെ വരെ എത്തുന്ന മാത്രം നോക്കിയാൽ മതി. ഇങ്ങനെ ഏതെങ്കിലും ഒരു പൊടി പോലും കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ? പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യമായി അല്ലേ? ഇങ്കളെ കാണാനല്ല, ഇങ്കളെ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ ഇങ്കളെ കാണാൻ പറ്റില്ല. നമ്മുടെ പള്ളി ഇരിക്കണ ഏരിയയിൽ മാത്രം ഒരു പച്ചപ്പുള്ളൂ അല്ലേ? പിന്നെ മെയിൻ ആയിട്ട് കൃഷി ഒന്നും ചെയ്യണ അതിൻ്റെ ഉള്ളിൽ അവിടെ കൂടുതലും ഫ്രൂട്ട്സ് ട്രീസ് ഒക്കെ അതൊക്കെ അവിടെയൊക്കെ അല്ലേ? ഇല്ല, വരുന്നേ ഉള്ളൂ. പിന്നെ ഉള്ളത് ആൽഫ എന്ന് പറഞ്ഞിട്ട് പശുവിന് കൊടുക്കാനുള്ള പുല്ല് പോലത്തെ സാധനം ഉണ്ടല്ലോ, അത് വളർത്തുന്നുണ്ട്. ഒരു ചെറിയൊരു ഏരിയയിൽ മാത്രമല്ല പച്ചപ്പാണ്. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. നമ്മളൊരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഇപ്പോൾ വണ്ടി ഓടിച്ച് എത്തിയിട്ടാ. ഇവിടെ ഒരു ഏരിയയിലാണ് ഈ പറഞ്ഞ ഇങ്കുള്ള ഇതുണ്ടെന്ന് പറയാനട്ടാ. വെച്ച് പിടിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ വണ്ടി ഇട്ടിട്ടാണ് നമ്മൾ പോണത് കേട്ടോ. എന്താ പറയാ, ഈ മലമ്പ്രദേശത്തിന്റെ സൈഡിൽ എവിടെയാണ് ഈ പറഞ്ഞ ഇങ്കുള്ള ആ ഒരു സാമ്രാജ്യം അല്ലെങ്കിൽ അവരൊരു ചെറിയൊരു വില്ലേജ് ഉണ്ടായിരുന്നെന്ന് പറയാനട്ടാ. നമുക്കൊന്ന് കണ്ടുപിടിക്കാം. നമ്മൾ സർവൈവ് ചെയ്ത് കണ്ടുപിടിക്കണം, അത് വേറെ കാര്യം. അങ്ങോട്ട് പ്രത്യേക വഴികളോ സംഭവങ്ങളോ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഇവിടുത്തെ കൂടോത്രം എന്നൊക്കെ പറയണില്ലേ, നോക്കി ഇവിടെ ആടുകളൊക്കെ ഒന്ന് ഇവിടെ ബലി അർപ്പിക്കുന്ന പരിപാടികളൊക്കെ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. നമുക്ക് വണ്ടി അവിടെ ഒതുക്കിയിട്ട് അതല്ല ആ മലയുടെ മേലെ കൂടെ കയറി പോകട്ടോ. നോക്കിയാൽ ഇവിടെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കണ്ടാണ് ആടുകളുടെ തോല് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? നോക്കിയാണ്ടാ ഭയങ്കര സംഭവമാണല്ലോ അവിടെ. അച്ഛാ നമുക്ക് എന്തായാലും ഇപ്പം നടന്നു നോക്കാം. അതെ എന്തു 600 വർഷം ബാക്കിലേക്ക് നമ്മള് തേടി പോണണ്ടാ, കണ്ടുപിടിക്കാൻ പോണു. ഇങ്കുകളുടെ തല കാണാൻ പറ്റുമോ? എല്ലാം തലയും എല്ലാം കാണാൻ എനിക്ക് മാച്ചിപ്പിച്ചുട്ടാ. വെള്ളം ഒഴുക്കി പോണല്ലേ? അതുകൊണ്ട് ഈ കല്ലൊക്കെ മുകളിൽ നിന്നുള്ള കല്ലും മണ്ണും എല്ലാം കൂടി ഒഴുകി വരും. നമ്മുടെ നാട്ടിൽ പറയല്ലോ, നമ്മുടെ എന്നാ പറയുന്നത്, ഈ ഇപ്പൊ വയനാട്ടിൽ സംഭവിച്ചേ ഉരുൾപൊട്ടൽ വരുന്ന അതിൽ തന്നെ കല്യാണല്ലേ. ഇതിനൊക്കെ തരണം ചെയ്ത് ഇങ്കുകളോട് താമസിച്ചു എന്ന് പറയുമ്പോ ഭയങ്കര അത്ഭുതം തന്നെയാണല്ലേ അന്നത്തെ കാലത്ത്. ഇതിന്റെ ഉള്ളിലൊക്കെ ഓരോ ചരിത്രങ്ങളുണ്ട്, ഓരോ കല്ലിനും ചിലപ്പോ ഓരോ കഥ പറയാനുണ്ടാവും. ഈ മലകളുടെ മുകളിൽ ഈ വെള്ളത്തിന് ഇതുപോലെ വരുന്നത് കൊണ്ടായിരിക്കാം ഈ മലകളുടെ മുകളിലാണ് അവരുടെ സിറ്റികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ മച്ചുപ്പിച്ചു ആണേലും 2 മലക്കിടയ്ക്ക് മലയായിട്ടാണല്ലോ കിടക്കണേ. ഒരിക്കലും എന്താ നമുക്ക് ഇങ്കുകളുടെ സാമ്രാജ്യം കാണണം നമുക്ക്. അച്ഛാ റൂട്ട് തന്നെയല്ല, തെറ്റില്ലല്ലോ. ഇത് വെള്ളം വരുന്ന ഒരു വഴി കേട്ടാ. നമുക്ക് ധൈര്യത്തിൽ പോവാം, കിണറുണ്ടാവില്ല അല്ലേ? എത്ര നേരം നടക്കണോ അവര് പറഞ്ഞതും കിളിക്കൂടാണ്.
കിളി ഉണ്ടായാലേ. ഓ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. ഇങ്കുകളൊക്കെ ഇപ്പൊ എങ്ങനെ ഏത് വഴിക്ക് പോയിണ്ടാവും അങ്ങോട്ടല്ലേ? പലതരം ഗുഹകളൊക്കെ കാണാം നമുക്ക് കേട്ടോ. പാമ്പിന്റെ കുഴികളായിരിക്കും ഇത് കാരണം ആൾക്കാർ ഇങ്ങോട്ട് വരാത്തവരാ. പാമ്പിനെ നോക്കിയോട്ടോ എന്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയോ. എന്തോ വയ്യാത്ത പോലെ എന്തുവാ വേണ്ടയാ. അവര് ഇതിലെ പോയെന്ന് പറഞ്ഞാൽ ഒന്നും കാണാനില്ല. ഇതിൽ എത്തുമോ നമ്മളൊക്കെ? ഇത് ഒരു കനാലിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കണടാ ഇങ്ക സംസ്കാരം. പക്ഷെ ഇവർക്ക് വലിയ സീരിയസ്നെസ് ഇല്ലല്ലേ ഇവിടെ? അങ്ങനെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്കല്ലേ പുറം ലോകത്ത് അറിയിക്കണല്ലോ നമുക്ക് അങ്ങനെയാണെങ്കിലേ. ചരിത്രത്തിലേക്ക് കുറച്ച് കണ്ണ് നട്ടില്ല ആൾക്കാര് മുള്ളുണ്ടില്ലേ നാട്ടില്. ചരിത്രമൊക്കെ പഠിക്കുമ്പോ നമ്മുടെ പേരൊക്കെ വരുമോ അതിൽ? ടീച്ചർ മറ്റേ മാച്ചിപ്പുച്ചിന് ശേഷം നമ്മുടെ ആമസോണിന് ശേഷം റിവറിന്റെ അടിയില് 3000 മീറ്റർ അടിയിൽ വേറെ റിവർ ഒഴുകണമെന്ന് പറഞ്ഞ് മലയാളി കണ്ടുപിടിച്ച പോലെ മാച്ചിപ്പിച്ച് മാത്രമല്ല ഇങ്ങനെയുള്ള സ്ഥലം എന്ന് പറയും. എന്തായാലും നോക്കി കാണാൻ പറ്റുമോ പറ്റില്ല നോക്കട്ടെ. ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ യോജിക്കണല്ലോ വേറെ അല്ലേ. കാക്ടസുകൾക്ക് ഫുൾ മണലാണ് കേട്ടോ. കണ്ടോ മണലുണ്ടോ? വെള്ളം കൊണ്ടിരുന്ന മണൽ കേട്ടോ. എംസാൻഡ് പോലെ തന്നെ ഇതൊക്കെ നിൽക്കണാകുമ്പോ ഇങ്കളുടെ സിറ്റിയുടെ ഒരു തോന്നുന്നില്ല വെച്ചാ. അങ്ങ് ചെന്ന് കഴിയുമ്പോ ചിലപ്പം വലിയ സാധനമാണെങ്കിലോ. അതെ നോക്കിയോ മരുഭൂമിയിലും പൂവുണ്ട് കേട്ടോ. നോക്കിയാ ഒരു പച്ചപ്പും ഒരു ചുമപ്പും. ജനുവരി ഫെബ്രുവരി മാസത്തില് മഴ വരുമ്പോൾ നന്നായിട്ട് വെള്ളം നിറഞ്ഞൊഴുകുന്ന കനാലുകളാണ്. ജനുവരി ഫെബ്രുവരി മാസത്തിലല്ലേ? ഇപ്പൊ കാരണം ഇവിടെ വെള്ളമില്ല. ഇതിൽ വെള്ളം അങ്ങനെ ഒഴുകി പോണ സ്ഥലം ഉണ്ടതൊക്കെ. നമ്മൾ ഈ അടിവാരത്തി നടന്നിട്ട് മോളിലേക്ക് വരുന്നെങ്കിൽ വെച്ചാ നമുക്ക് ഇവിടുന്ന് കയറി നോക്കാം. ചെറിയ കാൽപ്പാടുകളെ കാണുന്നതുകൊണ്ട് ഹൈക്കിങ്ങിന്റെ ഒക്കെ പീക്ക് ആരും വരാത്ത ചിലന്തി വിലകൾ. ചിലന്തിയാണോ? പോട്ടെ പോട്ടെ. എന്തോ കുനിഞ്ഞു കയറി കേട്ടോ. ചിലന്തി കയറി പിടിക്കണ്ട. അത്ര ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാൻ പേടിയാന്നൊക്കെ പറയണ്ടേ. ആ പേടി നമുക്കുണ്ടാ. ഇവിടെ ഭീമാകാരിക്കണോ. അത് പാമ്പ് നോക്കട്ടോ. പാമ്പുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു പേടി. ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ടോ ആണോ? അതെ ഇതൊക്കെ വോൾക്കാനിക്ക് തന്നെയാന്ന് വെച്ചാ. വോൾക്കാനിക്ക് അല്ലേ കേട്ടാ. പൊട്ടിത്തെറിച്ച അതേ ഒരു ഫീലിംഗ് കാണണ്ടട്ടാ. ശരിയാ കേറി കയറി. എന്ത് നോക്കല്ലേ പോവാ. അമ്മേ കാക്ടസ് കണ്ടു തുടങ്ങിട്ടാ. കാക്ടസ് മാത്രം നിൽക്കണൊക്കെ. ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടല്ലോ അല്ല ടീം ട്രാവൽസിന്റെ ഡിസ്കവറി എപ്പിസോഡാട്ടാ. ട്രാവൽസ് ഡിസ്കവറി ചാനലും തുടങ്ങേണ്ടി വരും. നമ്മളാൾക്കാർക്ക് നമ്മൾ ചില ആൾക്കാർക്ക് മാത്രം നമ്മൾ ചെയ്യുന്നത് മനസ്സിലാണല്ലോ കണ്ടന്റിന്റെ. പോവാ കമോൺ. എന്റെ വീട്ടിൽ ഇരിക്കട്ടാ. അച്ഛൻ ഞാനിവിടെ 5 മിനിറ്റ് ഇരിക്കണ്ട്. അയ്യോ മടുപ്പായി. വെയിൽ നല്ല വെയില. വെള്ളം കൈ പിടിച്ചില്ലോ. എത്ര ദൂരം ഉണ്ടോ അവന്? നമ്മൾ ബൊളീവിയയിൽ കണ്ട പോലെ കാക്ടസ് ഒക്കെ ഫുള്ള് നിറഞ്ഞു നിൽക്കട്ടോ. നോക്കിയാ കണ്ടോ കാക്ടസ് ഒക്കെ ഇങ്ങനെ പവറിൽ നിൽക്കുക. ചിലപ്പോൾ കാക്ടസ് ഒക്കെ ആക്രമിക്കുന്ന കാക്ടസുകളൊക്കെ ഉണ്ടെന്ന് പറയണത് വെച്ചാൽ അടുത്തേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ അത് അറ്റാക്ക് ചെയ്യുന്ന കാക്ടസുകളൊക്കെ ജീവൻ വേറെ രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് അധികം ആൾക്കാർ വരാത്തതും. നമ്മൾ ചെറിയ വഴി കൂടെ ഇങ്ങനെ നടന്നു പോകട്ടോ. ചെറിയ താഴ്വരകളൊക്കെ നമുക്ക് കാണാം. ആൾക്കാരെ നടന്ന് ഇങ്ങനെ വന്നു പോയതിൻ്റെ ഒന്നും പറ്റില്ല അല്ലേ. വണ്ടിക്കൊന്നും വരാൻ പറ്റില്ലട്ടാ. ഇങ്കുകളൊരു 600-700 വർഷം മുമ്പ് താമസിച്ചിരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം. 7 ദിവസത്തെ ഒരു ആഫ്രിക്കൻ യാത്ര പോയാലോ. അതും സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, സാംബിയ എന്ന രാജ്യങ്ങളിലൂടെ. ഒരുപാട് പേര് പറഞ്ഞു ചെറിയ യാത്രകൾ സംഘടിപ്പിക്കാൻ സാൻഡപ്പാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ അടുത്ത യാത്ര, ഈ യാത്രയിൽ 2 നാച്ചുറൽ വണ്ടേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടനും ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളൊന്നായിട്ടുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമുക്ക് ഡ്രോൺ പറപ്പിക്കാം. അപ്പൊ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും എവിടെയാ ഈ പരിപാടി നടക്കണമെന്നല്ല. കുഴികളുണ്ട് അതിൻ്റെ ഉള്ളിൽ. ചെറിയൊരു പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാത്തും ഈ പറഞ്ഞ പോലെ സെമി ഡെസേർട്ടാണ് നമ്മൾ കാണുന്നത്. പ്യുവറായിട്ടുള്ളൊരു മണൽക്കുമാരം അല്ലെങ്കിൽ ചെറിയ ചെറിയ ചെടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ചെറിയ സംഭവങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ട് പതുക്കെ
ഓരോ വെറൈറ്റി ചേരാൻ തരാൻ ചെടികളല്ലേ, വേറൊരു ഗ്രഹത്തിൽ പോയി കാണുന്ന പോലത്തെ ചെടികളെ കാണാട്ടാ. ആ ചന്ദ്രനിലേക്ക് വന്ന പോലത്തെ ഒരു ഫീല്. കാക്ടസ് ഉണ്ടായിരിക്കണോക്കിയാ ഭീമൻ സാധനമായിട്ട് മൊത്തം. അത് നല്ല ഫ്രഷ് കാക്ടസ് ഇട്ടാ. ഇതിനടുത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അത് റിയാക്ട് ചെയ്യുന്നൊക്കെ പറയട്ടോ. ചിലപ്പോൾ മുള്ളിന് വലിപ്പം കൂടും, മുള്ള് മുമ്പിലേക്ക് എത്തും എന്നൊക്കെ പറയണത് പറയണ്ടങ്ങനെ കേട്ടോ. മരുഭൂമിയിൽ ഒരു പച്ചപ്പ് കാണുമ്പോൾ ഒരു സന്തോഷമല്ല അച്ഛാ. എന്തോ ഓണല്ലേ ഇവിടെ വന്നിരിക്കുക, നമ്മൾ ഇങ്കാളെ കാണാൻ വേണ്ടി വന്നിരിക്കുക. എത്തണില്ല നമ്മൾ എത്തിയിട്ട് പോവുള്ളൂ, വേറെ കാര്യം. വേറെ ലോകത്തേക്ക് വന്ന പോലെ അല്ലേ. എത്രയോ ആൾക്കാർ ജീവിച്ചിരുന്നൊരു പട്ടണത്തിലാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ? കാണിച്ചു തരാട്ടാ. ചരിത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും ഈ എപ്പിസോഡിനെ കൂടുതൽ സ്നേഹിക്കുക. അമ്മേ ഞാൻ കാണണം നോക്കിയാ, മതിലുള്ള കണ്ടു തുടങ്ങിട്ടാ. ഇതുണ്ടാ ആ വോൾക്കാനോ? അവിടെ വോൾക്കാനിക്ക് പത്രമാണോ ഇവിടെ മൊത്തം? റെഡ് കളർ അല്ലേ വോൾക്കാനുള്ളത്. ഓരോ കുഴികൾ നമുക്ക് ഇവിടെ കാണാട്ടാ. ഓരോരുത്തർ വന്നിട്ട് ഓരോ നിധി കുഴിച്ച് നോക്കണം എന്നുണ്ട് എവിടെയെങ്കിലും ഉണ്ടാവും എന്നുള്ള കാര്യം. ഓരോ സ്ഥലങ്ങൾ നമുക്ക് കുഴികൾ കാണാം. ആ അതെ, നമ്മൾ നേരത്തെ പറഞ്ഞു പള്ളിയുടെ അകത്ത് വരെ ആ കുഴി ഉണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കിയാ ഡേഞ്ചറസ് ആണല്ലോ. മുള്ളാണത്, മുള്ളന്നെ കേട്ടോ. കാക്ടസ് ഇങ്ങനെ ഒരു തല പൊന്തി നിൽക്കണ പോലെ നിർത്താൻ നോക്കിയാണ്ട, ഹെഡ് നിൽക്കണ പോലെ അല്ലേ. അങ്ങനെ നമ്മൾ ആ ഇങ്ക സാമ്രാജ്യത്തിന്റെ വേറൊരു രൂപം നമ്മൾ കാണാൻ പോട്ടാ. നമ്മൾ കഴിഞ്ഞ തവണ പെറുവിൽ വന്നപ്പോൾ മാച്ചു പിച്ചു എന്ന ലോകാത്ഭുതം നമ്മൾ കണ്ടു. പക്ഷെ ഇങ്കകൾ താമസിച്ചിരുന്നത് ഇതേപോലത്തെ മലനിലകളിലായിരുന്നു. അതിന്റെ ഒരു വേറെ തെളിവില്ല. എന്തോ ഫുൾ പവർ നമുക്ക് അങ്ങോട്ട് എത്തണം. അതൊക്കെ ഈ സ്റ്റെപ്പ് വരെ അവരുണ്ടാക്കിയിട്ടുള്ള സ്റ്റെപ്പുകൾ നമ്മൾ കാണാം. നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നില്ല ഇത് അവരുടെ ഒരു മതിലായിരുന്നു. ഇടാണ്ട ഓ ഹെവി ആണല്ലോ ചാ. അമ്മേ ആ ഇതാണ്ട ഫുള്ളിങ്കൾ കെട്ടിയിട്ടുള്ള അവരുടെ വീടുകളൊക്കെ ആയിരിക്കില്ല വെച്ചത്. പഴയ വീടുകളൊക്കെ ആയിരിക്കും. അതെ, എന്റെ ബാക്കികളൊക്കെ നിൽക്കുന്നതായിരിക്കും. നമ്മളിതൊക്കെ ഓരോ ചുമരുകൾ താമസിച്ചിരുന്ന വീടുകളിലും അല്ലെങ്കിൽ ചെറിയൊരു പട്ടണത്തിന്റെ ഒക്കെ ചുമരും സംഭവങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോഴേ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് അധികം ആൾക്കാർ കാണാത്തതും ഇങ്ങോട്ട് വരാത്തതും. പക്ഷെ നമ്മളിത് ഡ്രോൺ പറത്തി നോക്കുമ്പോഴുള്ള കാഴ്ച ഉണ്ടല്ലോ, അത് അത്ഭുതം തന്നെയായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്ട്രക്ചർ അന്നത്തെ കാലത്ത് 1000-600 വർഷം മുമ്പ് ഇങ്കുകൾ പണിത ആ സ്ട്രക്ചർ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയൽ വ്യൂ തന്നെ വേണം. നിങ്ങൾ എന്തായാലും അത് പോയി കണ്ടിട്ട് വാ. ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഒന്ന് പഠിക്കട്ടെടാ. ചിന്തിക്കാൻ പറ്റുന്നില്ല. നല്ല വീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ. അന്നത്തെ കാലത്ത് ഇത്രയ്ക്കും ഓരോ കളറിന് ഓരോ കല്ലിന് ഓരോ കളറാണ്. അതിന് വേറെ അത്ഭുതപ്പെടുത്തുന്ന സംഭവം കേട്ടോ. ഇതൊക്കെ സിമെന്റ് എന്താ നമ്മൾ ഞെക്കിയിട്ട് അതിൻ്റെ ഒരു ഇത് കളയുന്നില്ലേട്ടാ. അതെ, ഒരൊറ്റ വഴി പോലും ആരും വെട്ടിയില്ലേട്ടാ. നോക്കുമ്പോല്ലേ വലിയ കൽപ്പാതങ്ങള് പെറുക്കാലല്ലെന്ന് അന്യഗ്രഹ ജീവികളെന്ന് പറയും. അത് കളിക്കില്ല, ഒന്നും മനസ്സിലാവില്ലേ. അല്ല എന്നാലും അവിടെ നോക്കിയാ ആ കല്ലൊക്കെ നോക്കിയാ ആ സൈഡിൽ ആ അത് ഇവിടെ നോക്കുമ്പോണ്ട് ഇവിടെ വിട്ടുണ്ട് കണ്ട. അവിടെ താഴെ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ആ പക്ഷെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ കിട്ടില്ല. എന്നാലും നമുക്ക് ഇതൊക്കെ അവര് ഓരോ കല്ല് ഇങ്ങനെ ഇട്ട് ചുമരുതന്നാണ് ഇങ്കുകൾ പണം. നമ്മൾ മാച്ചിപ്പിച്ചിട്ട് വരെ നമുക്ക് ഇങ്ങനെ തൊട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലടാ. ആ ഇത് വോൾക്കാനിക് ഉണ്ടോ അല്ലേ ചാ? ഇത് വോൾക്കാനിക് സ്റ്റോണുകളാണ് മൊത്തം. ഓ നോക്കട്ടെ, മേത്ത് തട്ടിരിക്കോട്ടെ. നിങ്ങളങ്ങനെ കൂർപ്പിച്ച് നിൽക്കണ പോലെ നിൽക്കണ്ട കാക്ടസ്. ഒരു വോൾക്കാനിക് സ്ട്രക്ചറാണ് മൊത്തം. കല്ലുകളുടെ സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങൾ ഒരു ആർക്കിയോളജിക്കൽ എപ്പിസോഡ് വേണമെങ്കിൽ പറയാട്ടോ. നോക്കിയാൽ വോൾക്കാനിക് സ്റ്റോൺ നമ്മൾ കാണാട്ടാ. ആ സ്റ്റോൺ വെച്ചിട്ടാണ് അവര് ഇതിന്റെ ഉള്ളില് ഒരു സാമ്രാജ്യം. ഇതില്ലേ ആ കണ്ടോ. ഓ ഇത് ഭയങ്കര ഒരു ഏരിയയിലേക്ക് നമ്മൾ വന്ന് പെട്ടുട്ടോ. ഇങ്ക സാമ്രാജ്യത്തിൽ കാക്ടസും കൂടി വിഷ്വൽ ട്രീറ്റ് ആയാലേ ചാ. ഇതൊക്കെ ഒരു ചുമര തന്നെയാവും അല്ലേ അത് നോക്കട്ടെ കയറുമ്പോ. ആ എത്രയോ വർഷങ്ങള്
ഇടിഞ്ഞു പൊളിഞ്ഞ് വീട്ടോ. നമ്മൾ ഇങ്ക സംസ്കാരം ഇല്ലാണ്ടാക്കോ? ഇങ്കുള്ള വീട് പൊട്ടിക്കാൻ ട്രാവൽസിക്ക് പറ്റുമോ? ഇതാണ്ട് അവരെ മധുരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവര്. ഓ ഇതാരും ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടില്ലല്ലേ? അൺഎക്സ്പ്ലോർ കണ്ടിട്ടാ നമ്മളിത് ഇങ്ങനെ ഇതൊക്കെ ഒരു വരി പോലെ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടാണ് നമുക്കിത് ഡ്രോണിൽ നമുക്ക് പറപ്പിക്കുമ്പോൾ കാണാട്ടോ അതിന്റെ കളികൾ എന്തിനാന്നുള്ള കാര്യം സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്താ അവിടെ ഒരു സാമ്രാജ്യം ഉണ്ടല്ലേ? കല്ലുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ വോൾക്കാനിക് ആണല്ലേ? ഇതൊക്കെ ഒരു വോൾക്കാനിക് ലാൻഡ് തന്നെയല്ലേ? ഇത് എപ്പോഴും പൊട്ട അവിടെ ഹീറ്റിംഗ് ഉണ്ട് ഇവിടെ, അങ്ങനത്തെ ഒരു ഏരിയ തന്നെയല്ലേ? ഇവിടെ ഇല്ല, കുറച്ച് അങ്ങോട്ട് മാറി ഒരു വോൾക്കാൻ ഉണ്ട്. പക്ഷെ അതിന് ഈ നല്ല ഹൈറ്റ് ആയതുകൊണ്ട് അവർ പറയുന്ന അനുസരിച്ച് ആ മഞ്ഞിന്റെ ഇത് കൊണ്ടാണ് പൊട്ടാൻ നിൽക്കുന്നത്. പൊട്ടാൻ സാധ്യതകളാണ്, ചിലപ്പോ പൊട്ടിയിട്ടുണ്ടായിരിക്കും. സ്റ്റോണുകളിലൂടെ വരുന്നത് വേറെ വരാൻ വഴിയില്ല. ഇത് പൊട്ടി ഈ വെള്ളത്തിലൊഴുകി വരുന്നതായിരിക്കും ഇങ്ങോട്ട്. ഇതൊക്കെ അങ്ങനെ വന്നിരിക്കുന്നതായിരിക്കും. അതോ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പൊ മച്ചുപ്പിച്ച് പോലെ കല്ലുകൾ കൊണ്ടുവച്ച് വന്ന വഴിയിലൊന്നും ഈ കല്ലില്ല. അന്ന് ചോന്ന് കൊണ്ടിട്ടോ. അതന്നെ ആയിരിക്കട്ടെ, അതൊരു ചാൻസ് കേട്ടാ. എന്തോ കണ്ടുപിടുത്തം ചെക്കൻ. ഇല ഉണ്ടാകുമായിരിക്കും, പക്ഷേ ഇപ്പൊ ഉണങ്ങിയതായിരിക്കും. പക്ഷേ ഇതിന്റെ ഇത് ഈ ഏരിയയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. തണ്ടിന് വിലയില്ല. വിലയില്ല. അല്ല വേറെ വല്ല പാമ്പൊക്കെ ഉള്ളിൽ നിന്ന് വരും മറ്റേ ഇതില് കാണാൻ പോലെ അടിക്കണതല്ലേ? എന്തോ ചാട്ടവാറൊക്കെ ഒന്നില്ല, എന്തോ ചരിത്രം മറ്റേ യൂണിവേഴ്സൽ റേഞ്ചിലേക്ക് മാറിട്ടാ. ഇങ്ങള് ഓരോ ചുമരും നമ്മൾ കണ്ടാ. നമ്മള് തമാശക്കൊക്കെ ഇതൊക്കെ പറയണില്ലേ? അവരന്ന് മണ്ണുകൊണ്ട് കണ്ടാ നോക്കിയാ, മണ്ണുകൊണ്ട് ഉറപ്പിച്ച ഇത് കാണാം. കല്ലിന്റെ ഇടയിൽ മണ്ണ് വെച്ച് ഉറപ്പിച്ചത് കണ്ടാ. സിമെന്റ് അല്ല, എന്തിനും സാധനങ്ങളായിരിക്കും അത്. ഇത് അച്ഛ ഇപ്പോഴും ഉണ്ടോ മറ്റേത് കല്ല്, ഇത് ഗ്യാപ്പിലിട്ട് അടിച്ചിട്ടുള്ളത് ഇപ്പോഴും. ഇത്രയും മഴ പെയ്തിട്ട് അത് പോയിട്ടില്ലടാ. നോക്കിയ തരം പൂപ്പലൊക്കെ ഉണ്ടല്ലോ ഇവിടെ. നോക്കിയാ എക്സ്ക്ലൂസീവ് കണ്ടന്റ് കേട്ടാ. ട്രാവൽസിന്റെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, എക്സ്ക്ലൂസീവ് കേട്ടാ. നോക്കിയേ, അയ്യോ ഇത് മറ്റേ നമ്മള് വേറെ ഗ്രഹത്തിൽ വന്നിട്ട് കാണുന്ന പോലെ സെറ്റപ്പ് ആയിട്ട് എന്തോ അമ്മേ ചിന്തിക്കാൻ പറ്റുമോ? അതിന് ഒറ്റ ചോദ്യമുള്ളല്ലോ. ഇതേട്ടൊരു സാമ്രാജ്യം തന്നെ നമ്മൾ കണ്ടുവിട്ടപ്പോ. ഇങ്കകളെ ചുമരൊക്കെ നമ്മൾ കാണട്ടോ. നോക്കിയാണോ ഒക്കെ വോൾക്കാനിക് അല്ലാട്ടോ. എനിക്ക് തോന്നണ ഒരു ചോന്ന് കൊണ്ടിട്ടുണ്ടോ എന്തോ അല്ലേ? അത് വോൾക്കാനിക് കല്ല് എടുത്ത് കൊണ്ടു ചെയ്തിട്ടില്ലാട്ടോ. ഇവിടെ നമുക്ക് വേറെ ഒരിക്കലും ഈ മരുഭൂമിയിൽ ഈ കല്ല് കാണാൻ പറ്റാട്ടോ. അത് വേറൊരു അത്ഭുതം തന്നെയാണ്. എന്തിട്ടൊക്കെയാലും എന്താ ഇങ്ങനത്തെ കല്ല് നമ്മൾ ഈ മരുഭൂമിയിൽ എത്രയോ സ്ഥലത്തേക്ക് വന്നു. ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ ചോന്ന് വന്നിട്ടുള്ളതായിരിക്കട്ടോ. 100-600 വർഷം മുമ്പ് ആൾക്കാർ ഒക്കെ ചോന്ന് കൊണ്ടുവന്ന് അവരുടെ ഒരു ഗ്രാമം അല്ലെങ്കിൽ ആ ഒരു സിറ്റിയൊക്കെ നിർമ്മിച്ചതിനൊക്കെ പറ്റി നിങ്ങൾ ആ ഒരു കൾച്ചർ ഒന്ന് ആലോചിക്കുക. ഈ പെറു എന്ന് പറയുമ്പോഴുണ്ടല്ലോ, നമ്മൾ സൗത്ത് അമേരിക്കയിൽ നമ്മളിപ്പോഴും പറയാറുണ്ട്, സൗത്ത് അമേരിക്ക അത്രയ്ക്കും ട്രഡീഷണൽ അല്ലെങ്കിൽ അത്രയും ഹിസ്റ്ററി നിലനിൽക്കണം അല്ലെങ്കിൽ ആ കൾച്ചർ നിലനിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പം അതിനകത്ത് ഒരുപാട് പ്രത്യേകതകൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ കാണാം. പക്ഷെ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു വേണ്ട ഇത് വേണ്ട വോൾക്കാനിക് കല്ല് തന്നെ കേട്ടാ. ഇത് വേറൊരു ഗ്രഹം ഫീലിംഗിൽ അങ്ങനെ നോക്കുമ്പോൾ ചന്ദ്രനിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ്. അതെ അത് ഞങ്ങൾക്ക് മാത്രമാണ്. നിങ്ങൾക്കും തോന്നിയാൽ നിങ്ങളുടെ അടിയിൽ കമന്റ് ചെയ്തോട്ടാ. നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമകളൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കാന്നൊക്കെ പറയല്ലോ ഓരോ രാജ്യം ഓരോ സ്ഥലങ്ങൾ. ഡിസ്കവറി ഇവിടെ മറ്റേ ഇത് മറ്റേ സ്റ്റാച്ചു മുകളിലേക്ക് പൊന്തിച്ചേക്കേണ്ടി വരും. സിമെന്റ് വെച്ച പോലെ അതോ അടക്കണ്ടിട്ട് വരും അല്ലേ? ഇവിടെ സിമെന്റ് വെച്ചിട്ടില്ല, ചിലപ്പോ ഒളിഞ്ഞു നോക്കാൻ വേണ്ടി വെച്ചായിരിക്കും. എന്തോ മലയാളിടാ. ഇതുണ്ടോ ഓരോ കല്ലിനും ഓരോ കളർ കേട്ടോ. പാമ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അറിയില്ല കടിച്ചെന്താന്ന് കേട്ടോ. ഓരോ കല്ലിന്റെ കളർ കണ്ടോ. ഇത്രയും വർഷം പെരുവിൽ നിന്നിട്ട് പാമ്പിനെ കണ്ടിട്ടില്ല. ഇവിടെ പാമ്പുണ്ടെന്ന് പറയണ
ഇവിടേക്ക് ആൾക്കാർ വരാതിരിക്കാനായിട്ട് ഇവിടെ പറഞ്ഞ് സെറ്റ് ചെയ്താണെന്ന് സംശയമില്ലേക്കില്ല കേട്ടോ. ഒരു സാധനത്തിനകത്തൊക്കെ പാമ്പിനെ വെച്ച് അവർ നടക്കുന്നതാണ്. ഇതിനകത്ത് ഇവിടെ തപ്പാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇവിടുന്ന് സാധനങ്ങളുമായിട്ട് പോകുമ്പോൾ കള്ളന്മാർ കയറി പിടിക്കുമ്പോൾ ഇവരുടെ സാധനങ്ങളെല്ലാം കൂടി ഇവരൊരു ഇതിനകത്ത് വെച്ച് ഒരു പാമ്പിനെ കൂടി വെച്ചിട്ട് കുഴിച്ചിടുന്നതാണ്. കുഴിച്ചിടുന്നതാണ് ഈ ട്രഷർ ഹണ്ടേഴ്സ് വരുന്നത്. ഈ പള്ളിയിലൊക്കെ കുഴിച്ചെന്ന് പറഞ്ഞല്ലോ. അവർക്കറിയാം ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടെന്ന്. നിധി ഉണ്ടാവുന്നല്ലേ ഓരോ വിശ്വാസങ്ങളല്ലേ. വിശ്വാസങ്ങളെല്ലാം കണ്ടുകിട്ടുന്നുണ്ട്. നമ്മള് ഓരോ രാജ്യങ്ങളിൽ പുതിയത് കണ്ടുപിടിക്കുന്നു, പോണു നടക്കണു. പക്ഷെ ഓരോ രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അൾട്ടിമേറ്റ് നമ്മൾ കണ്ടു ഇനിയിപ്പോ എന്തിട്ട് താങ്ങിയാൽ നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ പുതിയ പുതിയ അറിവുകളാണ് നമുക്ക് കിട്ടണടാ. നമുക്ക് തന്നെ കിട്ടണം. നിങ്ങൾക്ക് പകർന്നു തരാൻ പറ്റിയില്ല ഭയങ്കര സന്തോഷം. വിത്ത് ടീം ട്രാവൽസാ. അച്ഛല്ലായിരുന്നു നമ്മളിവിടെ എത്തില്ല കേട്ടോ, വേറെ കാര്യം. നോക്കിയേ ചൊറിയാമ്പോൾ നിൽക്കണ പോലെ നിൽക്കണടാ. ഇത് ഒറ്റയ്ക്ക് നമ്മൾക്ക് ഇവിടെ വന്ന് പെടുമ്പോഴുള്ളൊരു മാനസികാവസ്ഥ ആലോചിക്കല്ലേ. ഈ ടെറൈനില് നമ്മൾ 3 പേരുള്ളപ്പോ അതൊക്കെ ഒറ്റയ്ക്കാണ് നമ്മളോട് വന്നേന്നാളെ ചോദിക്കേ നടന്നു വന്നല്ലേ. നമ്മൾ വന്ന റോഡ് അതിന്റെ മുകളിൽ കൂടിയാണ് വന്നേട്ടാ. പക്ഷെ ഇങ്ങനെ ഒരു ശ്രദ്ധ നമുക്ക് വന്നില്ലല്ലോ അല്ലേ. എന്തായിരിക്കും അത്? ഡിനോസറിന്റെ അല്ലണോ? അതാവൂലേ. എന്തിന്റെ ഒക്കെ ഇല്ലുണ്ട് കേട്ടോ. എന്തോ എനർജി. ഡിനോസറിന്റെ നട്ടലൊക്കെ കണ്ടാ? ഡിനോസർ 10,000 വർഷം മുമ്പ് 500 അതെ അതെ. നമ്മള് 3 പേരും സർവൈവ് ചെയ്ത് നമ്മുടെ ലിവിങ്സ്റ്റന്റെ വിക്ടോറിയ ഫോൾസ് ലിവിങ്സ്റ്റന്റെ സ്റ്റാച്ചു അടിച്ച പോലെ. പിന്നെ അടുത്ത ഒരു ഇങ്ക് അടിക്കുമ്പോ ഇവിടെ ഇത് വെക്കാച്ചാ എന്തുണ്ട് ലാടിന്റെ എങ്ങനെ പോലെ ലാമ അല്ലേ. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോ നമ്മളിതൊരു ചെറിയൊരു വില്ലേജോ ഒന്നും പറയാൻ പറ്റില്ല. ഇതൊരു സിറ്റി തന്നെ വേണമെങ്കിൽ പറയാലോ. നോക്കിയാ എത്ര ഏരിയ ഇത് പറന്ന് കിടക്കണം നോക്കിയാ അല്ലേ. ഈ ഏരിയ മൊത്തം പറന്ന് കിടക്കട്ടോ. ഒരു മല അങ്ങ് പിടിച്ച് ഒരു മലയിൽ ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയിരിക്കുന്ന നോക്കിയാ. ഇവിടുന്ന് കണ്ണത്താ ദൂരത്തേക്ക് ആ മലയുടെ മേലേക്കൊക്കെ അതിന്റെ രൂപങ്ങൾ നമ്മൾ കാണട്ടാ. ഇവിടെയും ഒരു ഇങ്കയുടെ വാരിയേഴ്സ് താമസിച്ചിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി വിശ്വസിച്ചേ പറ്റൂ. വിത്ത് തെളിവില്ല എന്തോ. ഇതിൽ ഏറ്റവും കൗതുകമുള്ള കാഴ്ച എന്താ പറയുക, ഇവിടെ നിന്ന് അങ്ങോട്ട് കാണൊരു വിഷ്വലുണ്ട്. അത് അടിപൊളിയാട്ടാ. ഇവര് പണിത് വെച്ചിരിക്കുന്ന ഒരു മൂഡ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാട്ടാ. ഇപ്പൊ വോൾക്കാനിക് കല്ലുള്ള കാണുന്നുണ്ടാ. പാൻറ്റൊക്കെ അള്ളിപ്പില്ലേ. ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച ഇവര് ഈ തട്ടത്തേക്കിനെ അവർ താമസിക്കണെന്ന് പറയുമ്പോഴാണ്. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. പക്ഷെ ഡ്രോണിൽ കാണുമ്പോൾ നമുക്ക് അറിയാട്ടോ. അത്ഭുതത്തോടെ നോക്കി നിൽക്കാട്ടാ. ആ ഒരു സംഭവം കണ്ടതിലൊരു വലിയൊരു ഫീലിംഗ് നമുക്കൊന്ന് കാണുമ്പോൾ. ഞാൻ ആലോചിക്കുന്നതേ ഇതൊക്കെ ഒറ്റയ്ക്ക് വന്നൊന്ന് കാണുമ്പോൾ ഒരവസ്ഥ ഒരു ഭയങ്കര ഒരവസ്ഥ തന്നെയാണ്. എനിക്ക് ആ ബോഡി ഫീലിംഗ് എനിക്ക് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അടിപൊളിയാട്ടോ. തിരിച്ചു നടക്കാച്ചാ എനർജി പോണ്ട. താഴത്ത് കാണുമ്പോ അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. മുകളിൽ നിന്ന് കാണുമ്പോ അത് ഒത്തിരി കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. അതിന്റെ ഫുൾ ഒരു സ്ട്രക്ചർ ഇവിടെ താമസിച്ചതിന്റെ അവരൊരു കോളനി എന്ന് തന്നെ പറയാല്ലേ. ഒരു കോളനി. പക്ഷെ ഇതൊന്നും ആരും കണ്ടുപിടിച്ചിട്ടൊന്നും ആരും എന്താ പറയാ ഒന്നും വരാത്ത എന്തായിരിക്കും അല്ലെ. വന്നതിന്റെ ഒരു കാലടയാളം ഒന്നും നമ്മൾ കാണുന്നില്ല. ഒരു വഴി പോലും നമുക്ക് ഇവിടെ നോക്കി കാണില്ല. വന്ന വഴിയൊന്നും നമുക്ക് കാണില്ല. നമ്മള് സംഭവം വണ്ടി ഓടിച്ചു പോയത് ആ മലയുടെ അപ്പുറത്തേക്ക് കൂടി നമ്മൾ വണ്ടി ഓടിച്ചു പോയത്. ആളുകൾ വരുന്ന സമയത്ത് ഇവിടുത്തെ ആളുകൾ ചോദിക്കും ഇവിടെ കയറാൻ പറ്റും. അവര് പറഞ്ഞു ഇവിടെ പാമ്പുണ്ട് കൊണ്ട് കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അതൊരു വലിയ സംഭവമല്ലേ. പള്ളിയിലത്തെ അച്ഛൻ കൂടി നമുക്ക് അതിന് പേടിച്ചില്ല. എന്തെങ്കിലും ഭാഗം വന്ന് അവിടെ വിശ്വാസം അപ്പൊ നമ്മൾ പിടിക്കും, കുറിച്ച് പിടിക്കും. വിശ്വാസമില്ല, നമ്മൾ കയറിയതേ ഉള്ളൂ. പക്ഷെ ഇത് മോളിൽ നിന്ന് കാണുമ്പോൾ ഒരു ദൃശ്യം കറക്റ്റ് ആട്ടോ. നമ്മൾ എപ്പോഴും അത് ഇവിടുത്തെ ആൾക്കാരെ കാണിച്ചു കൊടുക്കണേ. ഇവിടുത്തെ ഗവൺമെന്റ് നമുക്ക് ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കണം. അതെ അതെ അതെ. അതെ അതെ അതെ. ഈ മാച്ച് പിച്ച് മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഏരിയയിൽ മാത്രമാണ് ഇങ്കകൾ ഉള്ളൂന്നുള്ളൊരു തോന്നലും ചിലപ്പോൾ. ഇത് അടുത്ത സർവേ നമ്മുടെ 2-3 സ്റ്റാച്ചു ഉണ്ടാക്കി കൊടുത്തിട്ട് പോണോ നമ്മുടെ പടത്തില്. ഞങ്ങള് തമാശ പറയണമെന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുക്കോട്ടാ. തമാശ സീരിയസ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ വിശ്വസിക്കോ? ആരോട് പറയാ നമ്മളിത് നിങ്ങളൊന്ന് വിശ്വസിക്കോ? എത്ര സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ് നമ്മളിപ്പോ സംസാരിക്കണം. ആലോചിക്കുക. ഇവർക്കൊന്നും നമ്മുടെ നാട്ടില് ഇതേപോലെ ഒരു 600 കൊല്ലം മുമ്പ് പഴക്കമുള്ള അല്ലെങ്കിൽ ഒരു സിറ്റി കണ്ടുപിടിച്ചാലുള്ള അവസ്ഥ ആലോചിക്കുക. അതിന് നമ്മൾ എങ്ങനെ കാണുന്ന ആലോചിക്കുക. ഇവിടെ മാച്ച് പിച്ചുണ്ടെങ്കിലും
ബാക്കിയുള്ള ഏരിയയിൽ അവരങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യില്ല എന്നൊരു വലിയൊരു തെളിവ് കൂടിയാണ് നമ്മൾ കാണുന്നത്. ഒറ്റയ്ക്ക് നമ്മളിപ്പോ 3 പേര് എന്നെ പേടിച്ചൊക്കെ വരുന്നത്, ഒറ്റയ്ക്ക് ഒരാളൊന്നും പെട്ടാനുള്ള ഗതിയാണ്. അതൊരു സംഭവം തന്നെയാണ്. ഒറ്റയ്ക്കില്ല, പച്ചയില്ല, ഒന്നുമില്ല. അതൊരു സംഭവം തന്നെ ആയിരിക്കും. ഡ്രോണിന്റെ കാഴ്ചയാണ് പച്ചൻ എന്ത് തോന്നണ? സൂപ്പർ ആയിരിക്കും കേട്ടോ. ശരിക്കും ഇങ്ങനെ കാണാനില്ല, വ്യത്യാസമായിട്ടൊരു വ്യൂ ആണ്. നമുക്ക് ഇവിടുത്തെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അറിയിക്കണല്ലോ, കാണിക്കുന്നതല്ല ഉണ്ടെന്നൊക്കെ. ഇവിടെ ഒരു പരിപാടി നടക്കണ്ടെന്ന് അറിയണ്ടേ? ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ രാജ്യത്താണ് ഇതൊക്കെ ഉള്ളതെന്ന് അവരറിയട്ടെ. ഇന്ത്യയിൽ 3 മരണ്ടി വന്നുള്ളതാണ്. എന്തായാലും നമ്മള് എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ തള്ളിയാലും ആകാശ ദൃശ്യങ്ങളോളം വരില്ല. നിങ്ങൾക്ക് ആ ഒരു കാഴ്ചയുടെ ഡെപ്ത് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശ ദൃശ്യം തന്നെ കേട്ടോ. അന്നത്തെക്കാളും ബുദ്ധിമുട്ടായിട്ട് ഇറങ്ങി പോകാനായിട്ട്. വേറെ കാര്യം അച്ഛാ സൂക്ഷിക്കണടാ, അതൊക്കെ ഇറങ്ങി പോവാട്ടാ. എന്തോണല്ല വേണ്ടൊക്കെ തക്കടിപിടി. എന്തായാലും നമുക്ക് ഇറങ്ങി വന്നപ്പോ ഒരു സന്തോഷം. എന്തോ നമുക്ക് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അറിയിക്കണ വെച്ചാ ഈ ഡ്രോൺ ഷോട്ട് കാണിച്ചു കൊടുക്കണേ. ഇവിടെ ഒന്നും ആരും വന്നിട്ട് ഡ്രോൺ പറത്തിണ്ടാവില്ല അല്ലേ? ആരും കാണാൻ വഴിയില്ല. അതെ, നമ്മളെ ആൾക്കാർ ആയിരിക്കും തമാശക്ക് പറ്റിക്കാൻ പറയണതാണ് അല്ലേ? സത്യമായിട്ടാ പറയണത്. ചെക്കൻ കുറച്ചായിരുന്നു നമ്മളെ വെയിറ്റ് ചെയ്ത് വന്ന് കാണുക എന്നുള്ളതല്ലേ. വന്ന് കാണാം. എല്ലാവർക്കും പെറുവിലേക്ക് സ്വാഗതം. അതെ, വെൽക്കം ടു പെറു. അങ്ങനെ നമ്മൾ തിരിച്ചത് കുർബാന കഴിഞ്ഞ് ആൾക്കാരെ പുറത്തേക്ക് ഇറങ്ങി. നമ്മള് ഒരു ഇങ്ക ജീവിച്ച സ്ഥലമൊക്കെ കണ്ടുപിടിച്ചാൽ നീന്റെ പണിയൊക്കെ എന്ന് പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണല്ലോ നമ്മൾ മാച്ചിപ്പിച്ച ചരിത്രം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മുടെ മാച്ചിപ്പിച്ച എപ്പിസോഡൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതും ഇതേപോലെ മാച്ചിപ്പിച്ച് കണ്ടുപിടിച്ച ആൾ 1910 എനിക്ക് അതിന്റെ വർഷം ഓർമ്മ വരുന്നില്ല. ആ സമയത്ത് ഇതേപോലെ ഒരാൾ ഇങ്ങനെ ഹൈക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഗ്രാമത്തിൽ ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ട്, എന്തൊരു സാധനം അവിടെ കാട് പിടിച്ച് കിടക്കണമെന്ന് പറഞ്ഞ സാധനം ഇപ്പൊ മാച്ചിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോകാത്ഭുതമായിട്ടുള്ളത്. അപ്പൊ അതേപോലെ ഇവിടെ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നണല്ലോ. എന്തോ എന്തായാലും ഒരു മാനസിക സന്തോഷം നമുക്ക് ഇതിങ്ങനെ കണ്ടുപിടിച്ച് നമുക്ക് ഇവരുടെ നമുക്ക് കാണിച്ച് ഡ്രോൺ ഷോട്ടൊക്കെ കാണിച്ചു കൊടുക്കട്ടോ. എന്തായാലും മാതാവിന്റെ പവർ വന്നു കേട്ടോ. മാതാവിന്റെ പവർ ഇതായിരിക്കും. ഞാൻ ഇന്നലെ നമ്മള് തോന്നുന്നത് എന്തൊരു പവർ മാതാവിനുണ്ടെന്ന് പറഞ്ഞ് അനുഗ്രഹം നമുക്ക് ഇത്രയും ആരും ചില സ്ഥലങ്ങളുണ്ട് ഈ പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അതെ അതെ അതെ, ഇവരോടൊക്കെ പറയാന്ന് പറയാം നമുക്ക്. അവിടെ കണ്ടു അവിടെ ഒരു പട്ടണം ഉണ്ട് ചേട്ടാ, പണ്ടത്തെ പട്ടണം. ഒരു വലിയ പറയുമ്പോ അവിടെ എന്താ സംഭവിച്ച അവിടെ പണ്ടത്തെ ആൾക്കാരുണ്ടെന്ന് ഭയങ്കര സംഭവമില്ല അത് വെടിപൊട്ടി മിണ്ടി വെട്ടിയേട്ടാ. അച്ഛൻ കുർബാന വന്നു. അച്ഛൻ അറിഞ്ഞില്ലേ കാര്യങ്ങള്? ഞങ്ങൾ കണ്ടുപിടിച്ച കഥ അറിഞ്ഞില്ലേ? എന്നിട്ട് തോന്നണ ഇങ്കളുടെ ഒരു സാമ്രാജ്യം കണ്ടുപിടിക്കാൻ പുറത്തെ ആൾക്കാർക്ക് അറിയാം. പക്ഷെ ഇതൊരു സീരിയസ് ആയിട്ടുള്ള സംഭവം ഡ്രോണൊക്കെ പറപ്പിച്ചപ്പോഴേ കുർബാനയ്ക്ക് നമ്മളെ പറ്റി പ്രാർത്ഥിച്ചിട്ടുണ്ടാവുന്നല്ലേ. ഇവിടെ പാമ്പ് കടിക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾ വിട്ടത്. അച്ഛൻ ഗ്രാസിയാസ്. അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാനായിട്ട് നമുക്ക് ഭക്ഷണം ഇവര് വെച്ചുണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പൊ അതില് നമുക്ക് പോർക്ക് ഉണ്ട്, പിന്നെ ഇവിടുത്തെ മധുരക്കിഴങ്ങ് അല്ലാതെ വെറും കിഴങ്ങോ? വെറും കിഴങ്ങ്. നല്ല ചൂടുള്ള ഒരു റബ്ബർ പന്ത് പോലത്തെ സംഭവട്ടാ. പിന്നെ ഇത് എന്നിട്ടാ തമാൽ എന്നിട്ടാ ചോളം കൊണ്ട് തമാലിന്റെ ഉള്ളിൽ ചോളം പുഴുങ്ങിട്ട് ചോളം വേവിച്ചിട്ട് അതിനെ മിക്സ് ചെയ്ത് അതിന്റെ ഉള്ളിൽ മീറ്റ് ഉണ്ട്. അതിനുള്ളിൽ മീറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നിട്ടാണ് മീറ്റ് തുടങ്ങുന്നുണ്ട്. എല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിലൂടെ ഒരു പോർക്ക് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ എന്നിട്ട് എന്ത് മീറ്റും ഇത് എന്നിട്ടാണ് ഒലിവുണ്ടല്ലേ? ഒലിവുണ്ടല്ലേ? പന്നീർ തലയാണല്ലേ? അങ്ങനെ ഒരു സലാഡ് ഉണ്ടാക്കണേ. സലാഡ് സ്വല്പം മേടിക്കണോന്നിട്ടാ. അമ്മായിട്ട് ടേസ്റ്റ് ചിന്തിക്കാനല്ലേ ഇത് പറഞ്ഞ മേടിച്ചു. അതിൻ്റെ ഉള്ളൊക്കെ മീറ്റ് മിക്സിങ് ആണ്. അതൊക്കെ കണ്ടാ മീറ്റ് മിക്സ് ആക്കി വെച്ചിരിക്കുക. അടിപൊളിയായിട്ട് നമ്മള് പോവാൻ നിൽക്കണം. ഇന്നലോട്ട് തുടങ്ങിയതന്നെ അപ്പാപ്പൻ ചായ ഫുൾ മണം വിടില്ലാട്ടാ. ഇട്ടും ആള് സ്പീഡിലടിക്കണ. സ്പീഡ് കൂടിപ്പോ ആൾക്ക്. ഇത് കഴിഞ്ഞിട്ടാണ് ചോറിനാൻ പോണെന്ന് പറഞ്ഞ കേസാട്ടോ. അത് അടിക്കണു ടു ഉണ്ടാക്കിയതാണോ?
മേലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് വെടി വിടുന്നതെന്ന് പറയുന്നത്. അത് അവരുടെ വിശ്വാസം. അതാണല്ലോ എല്ലാം. അതിൻ്റെ ഉള്ള എന്താ പരിപാടി നടക്കണ്ടല്ലോ. പിന്നെ അവര് ആൾക്കാർ മാവിനെയാണ് താഴെ കറക്കിയിരുന്നില്ല, പ്രദർശനത്തിൽ കണ്ടതല്ല, മാവിന്റെ സ്ഥലത്ത് വെക്കുക. അതുകൊണ്ടാണ് നമ്മുടെ അപ്പാപ്പനെ വെറുതെ തെറ്റിദ്ധരിച്ചുട്ടോ. കണ്ടില്ലേ, ഇന്നലെ പ്രദർശനം അല്ലെങ്കിൽ ഇന്നലെ കണ്ട മാതാവിനെ അവർ വീണ്ടും അൾത്താരയിലേക്ക് കയറ്റിട്ടാ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വെടി പൊട്ടിക്കുന്നത്. നമ്മള് പുള്ളിനെ കളിയാക്കിയെങ്കിലും മാതാവ് കൂടെ പറയുന്നതാ. അതും ഒരു വിശ്വാസത്തിന്റെ ഓരോ മേഖലകളല്ലേ. വർഷത്തിൽ ഒരിക്കലാണ് ഈ മാതാവിന് ഒരു പുറത്തേക്ക് ഇറക്കണത്. പ്രദക്ഷിണത്തിന് തന്നെ 3 ദിവസത്തെ പരിപാടി കഴിഞ്ഞ് 3ാമത്തെ ദിവസം എല്ലാം കഴിയും മാതാവിന്റെ സ്വന്തം സ്ഥലത്ത് വെക്കും. അതിനുള്ള വെടിയാണ് നമ്മൾ കഴിക്കുന്നത്. എല്ലാവരും ഒരു ആചാരമാണ്. നമുക്കൊരു അനുഗ്രഹം. നമ്മളിന്നൊരു ഡിസ്കവർ ചെയ്തിരിക്കണം നമ്മളെന്തായാലും. പോവാ കാരണം നമ്മൾ ഇവിടുന്ന് വിട്ടു പോവാടാ. ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോണ്. അച്ഛൻ പവറല്ല നമ്മുടെ ബൈക്ക് അവരവിടെ എത്തിക്കില്ലേ? നമ്മള് ഇന്നലെ കൊടുന്ന ബൈക്ക് ഇവിടുത്തെ ആൾക്കാരെ കൊണ്ട് തന്നെ അവിടേക്ക് എത്തിക്കാന്ന് വിചാരിച്ചു. നമ്മുടെ വെടിപ്പുറച്ചാട്ടൻ താറ്റ പറയണ്ടാ. കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു അപ്പം പറയാം കേട്ടാ. നമുക്ക് മാതാവിന്റെ അനുഗ്രഹം വാങ്ങി അങ്ങോട്ട് പോകണം. നമ്മള് എന്ത് പോറല്ലേ അടുത്ത മായ കാഴ്ചകൾക്ക് വേണ്ടി.